ലാലേട്ടൻ സ്ക്രിപ്റ്റിൽ കൈകടത്തി, ആന്റണിയും തരുണും തമ്മിൽ ഉടക്കി. അതിമനോഹരം ഉപേക്ഷിച്ചെന്ന വാർത്തയ്ക്ക് മറുപടിയുമായി തരുൺ മൂർത്തി. തന്റെ ഇഷ്ട നടനൊപ്പം ആദ്യമായി ഒന്നിച്ച ചിത്രം സിനിമാ ലോകത്ത് ചരിത്രമാക്കിയ സംവിധായകനാണ് തരുൺ മൂർത്തി. ഓപ്പറേഷൻ ജാവ, സൗദി വെള്ളയ്ക്ക തുടങ്ങിയ ചിത്രങ്ങൾക്ക് ശേഷം ഒരു സാധാരണ കുടുംബചിത്രം പ്രതീക്ഷിച്ചവർക്ക് മുന്നിൽ അപ്രതീക്ഷിതമായി കിട്ടിയ ട്രീറ്റ് ആയിരുന്നു തുടരും. കേരളത്തിൽ നിന്ന് മാത്രം 100 കോടി നേടുന്ന ആദ്യ ചിത്രമായി തുടരും മാറി. ഇൻഡസ്ട്രീസ് ഹിറ്റായ തുടരുമിന് ശേഷം മോഹൻലാലും തരുൺ മൂർത്തിയും ഒന്നിക്കുന്ന ചിത്രമാണ് അതിമനോഹരം. ചിത്രം ഉപേക്ഷിച്ചെന്ന് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ ചില റൂമറുകൾ പ്രചരിച്ചിരുന്നു. സംവിധായകനും മോഹൻലാലും തമ്മിൽ സ്ക്രിപ്റ്റിനെ കുറിച്ച് ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായെന്നാണ് ചിലർ അഭ്യൂഹം പരത്തിയത്. മോഹൻലാലിന്റെ സന്തത സഹചാരിയായ ആന്റണി പെരുമ്പാവൂരും തരുണും തമ്മിൽ തർക്കമുണ്ടായെന്നും റൂമറുകൾ പരന്നു. എന്നാൽ ഇതെല്ലാം അടിസ്ഥാനരഹിതമായ വാർത്തകളാണെന്നും വ്യക്തിഗത നേട്ടങ്ങൾക്കും റീച്ചിനും വേണ്ടി സ്ഥിരീകരിക്കാത്ത ഇത്തരം വാർത്തകൾ പങ്കുവെക്കുന്നത് നിർത്തുക എന്നും തരുൺ കൂട്ടിച്ചേർത്തു. മഴയും കാലാവസ്ഥയും ഞങ്ങളുടെ ചില പ്ലാനുകൾ തെറ്റിച്ചു. പക്ഷേ ഞങ്ങളുടെ ടീം അതെല്ലാം മറികടന്ന് സിനിമ പൂർത്തിയാക്കാനുള്ള എല്ലാ പരിശ്രമവും നടത്തുന്നുണ്ട്. ക്രിസ്മസ് റിലീസായി അതിമനോഹരം തിയേറ്ററുകളിൽ എത്തിക്കാനാണ് ഞങ്ങളുടെ പ്ലാൻ. ഞങ്ങളെ മനസ്സിലാക്കി കൂടെ നിൽക്കുന്നതിന് ഒരുപാട് നന്ദി, തരുൺ മൂർത്തി പറയുന്നു.